നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല, ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പാലക്കാട്ടെ മദ്യശാല നിർമ്മാണവും സ്വകാര്യ സർവകലാശാലയും അടക്കം പല വിഷയങ്ങളിൽ വീർപ്പുമുട്ടിയുന്ന CPM-നും സർക്കാരിനും കുളിർക്കാറ്റായിരുന്നു ശശി തരൂരിന്റെ ലേഖനവും ഈ പ്രതികരണവും. എന്നാൽ CPM-ന് ഇരുട്ടത്ത് തരൂർ ടോർച്ച് നൽകിയെന്ന K. മുരളീധരന്റെ പരിഹാസം മുതൽ പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം വരെ പിന്നാലെ വന്നു. മാനിപ്പുലേറ്റഡ് ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ PR എക്സസൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, UDF എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ്. തരൂർജി ഏതോ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എഴുതിയത് അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ അത് മാറ്റി പറയുന്നു പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്കെക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാരുമായുള്ള തർക്കം തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് UDF തീരുമാനം. നൂതന സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന കൊച്ചിയിലെ ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും. സർക്കാരിന്റെ പൊള്ളയായ വാദങ്ങളെയാണ് എതിർക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. അതേസമയം സംരംഭങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുന്നതിനെയും യാഥാർത്ഥ്യബോധമില്ലാത്ത കണക്കുകൾ ആവർത്തിക്കുന്നതിനെയും ചോദ്യം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.